കാസർഗോഡ് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗ്. ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തത് ചോദ്യം ചെയ്തായിരുന്നു +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. ഇത് രണ്ടാം തവണയാണ് സ്കൂളിൽ വെച്ച് +1 വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേൽക്കുന്നത്. സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പലിന് രേഖാമൂലം നേരത്തെ പരാതി നൽകിയെങ്കിലും തുടർ നടപടികളുണ്ടായില്ല. മർദ്ദനമേറ്റ 2 +1 വിദ്യാർത്ഥികളെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ചന്ദേര പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഒരു 10-50 ആൾ കൂടിയിട്ട് നമ്മളെ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തല്ലി. അത് എനിക്ക് രണ്ടാമത്തെ ഇന്ന് ബട്ടൺസ് ഇട്ടില്ല എന്ന പേരിൽ +2 വിദ്യാർത്ഥികൾ നമ്മൾ 4 ആളെ ഉണ്ടായി. 4 ആളെയും തല്ലിന്. വാഷ് ബേസിൻ്റെ അതിനെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ടായി. എവിടെ അടിച്ചത്? വാഷ് ബേസിൻ്റെ തല, ഇവൻ്റെ തല വാഷ് ബേസിൽ കൊണ്ടടിച്ച് എൻ്റെ നെഞ്ചത്ത് ചവിട്ടി. പിന്നെ ഒരുത്തന് തലക്ക് പിന്നെ അവർ നമ്മൾ എല്ലാവരും ഉണ്ടാകുമ്പം ഇവരെല്ലാവരും കൂടിയിട്ട് അവരോട് ഫസ്റ്റേ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുകയാണ്. അനൂപ്, ഇത്തരത്തിൽ ഇവർക്ക് മർദ്ദനം മുൻപേ ഏറ്റിരുന്നു, അപ്പോൾ പരാതി നൽകിയിരുന്നു, അപ്പോൾ അതിൽ ഗൗരവമായി പ്രിൻസിപ്പൽ പരിഗണിച്ചില്ല. ഇപ്പോൾ ഇതാ വീണ്ടും അവർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി ഈ കാര്യത്തിൽ എന്ന് വേണം നമുക്ക് ആദ്യം പറയാൻ. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ മാസം 10-ാം തീയതിയാണ് +1 വിദ്യാർത്ഥികൾക്ക് ആദ്യമായി മർദ്ദനമേൽക്കുന്നത്. സ്കൂളിൽ ഷൂസ് ധരിച്ചു വന്നതിന്റെ പേരിൽ സംഘം ചേർന്നുള്ള മർദ്ദനത്തിന് കുട്ടികൾ ഇരയായി. തുടർന്ന് ഈ റാഗിംഗ് സംഭവം ചൈൽഡ് ലൈനിൽ പരാതിയായി ഇവർ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ അധികൃതർ ഫോൺ വഴി കുട്ടികൾ, രക്ഷിതാക്കൾ എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. +2 വിദ്യാർത്ഥികൾ ഉദിനൂർ ഗവൺമെന്റ് സ്കൂളിൽ നടത്തുന്ന റാഗിംഗ് സംബന്ധിച്ച് പ്രിൻസിപ്പാളിനെയും കാര്യങ്ങൾ ചൈൽഡ് ലൈൻ അധികൃതർ അറിയിച്ചെങ്കിലും നടപടികളുടെ ഭാഗമായി ആന്റി റാഗിംഗ് സ്ക്വാഡ് ചേരേണ്ടതുണ്ട് ഇത്തരം പരാതികൾ ലഭിച്ചാൽ. എന്നാൽ ആ തുടർ നടപടി ഉണ്ടായില്ല. ഇത് വലിയ വീഴ്ചയാണ്. ഇത് കാരണമാണ് ഈ 10-ാം തീയതിക്ക് ശേഷം ഇന്ന് 15-ാം തീയതി വീണ്ടും കുട്ടികൾക്ക് ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയുള്ള സമയത്ത് മർദ്ദനമേൽക്കേണ്ടി വന്നത്. മർദ്ദനമേറ്റ 2 കുട്ടികൾ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അവരും രക്ഷിതാക്കളും ചേർന്നിപ്പോൾ ചന്ദേര പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് തുടർ അന്വേഷണം ഉണ്ടാവും. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ചന്ദേര പോലീസ് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി മറ്റ് നടപടികളിലേക്ക് കടക്കും. ശരി അനൂപ്. കാസർഗോഡ് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു അനൂപ് നീലേശ്വർ.